നമസ്കാരം. രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന സമ്പൂർണ്ണ ബജറ്റ് നിയമസഭയിൽ അവതരിപ്പിക്കുകയാണ്. ധനമന്ത്രി KN ബാലഗോപാലാണ് ബജറ്റ് അവതരിപ്പിക്കുന്നത്. കേരളം ന്യൂ നോർമൽ സൃഷ്ടിച്ചിരിക്കുന്നു, പറഞ്ഞ കാര്യങ്ങൾ നടപ്പാക്കിയെന്ന ചാരിതാർത്ഥ്യം സർക്കാരിനുണ്ട്. ധനനിലയിൽ വലിയ പുരോഗതി കേരളത്തിന് സംഭവിച്ചു എന്നാണ് ധനമന്ത്രി KN ബാലഗോപാൽ ബജറ്റ് അവതരണത്തിനിടെ പറയുന്നത്. കൂടുതൽ നല്ല കേരളം കെട്ടിപ്പടുക്കുകയാണ് ലക്ഷ്യമെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ രാവിലെ പറഞ്ഞിരുന്നു. വികസനത്തിനും ക്ഷേമത്തിനും പ്രാധാന്യം നൽകുന്ന ബജറ്റാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന ബജറ്റിനെ പ്രതീക്ഷയോടെയാണ് കേരളം നോക്കിക്കാണുന്നത്. അംഗനവാടി വർക്കർമാരുടെയും പ്രതിമാസ വേതനത്തിൽ 1000 രൂപ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഹെൽപ്പർമാരുടെ പ്രതിമാസ വേതനത്തിൽ 500 രൂപ വർദ്ധിപ്പിച്ചു. സർക്കാർ ജീവനക്കാരുടെ DA കുടിശ്ശിക പ്രശ്നം പരിഹരിക്കുമെന്നും ധനമന്ത്രി അറിയിച്ചിട്ടുണ്ട്. നികുതിദായകർക്ക് പുരസ്കാരത്തിനായി 5 കോടി മാറ്റിവെച്ചു. സാക്ഷരതാ പ്രേരകന്മാർക്ക് പ്രതിമാസം 1000 രൂപയുടെ വർധനവുണ്ട്. ആശമാർക്കും 1000 കൂട്ടി. സ്ത്രീ സുരക്ഷാ പെൻഷന് 3820 കോടി നീക്കിവെക്കുന്നതായാണ് മന്ത്രി അറിയിക്കുന്നത്. ക്ഷേമ പെൻഷന് 14500 കോടിയും കണക്ട് സ്കോളർഷിപ്പിന് 400 കോടിയും നീക്കിവെച്ചു. ആശാ വർക്കർമാരുടെ ഓണറേറിയം 1000 രൂപ കൂട്ടുമെന്ന് മന്ത്രി പറഞ്ഞത് വലിയ രീതിയിലുള്ള രാഷ്ട്രീയ പ്രഖ്യാപനം കൂടിയാണ്. രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന ബജറ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ബജറ്റായിരിക്കുമെന്ന് ധനമന്ത്രി ബജറ്റ് അവതരണത്തിന് മുൻപായി പറഞ്ഞിരുന്നു. സ്വപ്ന ബജറ്റല്ല, പ്രായോഗികമായ ബജറ്റാകും അവതരിപ്പിക്കുക എന്നാണ് അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിക്കവേ പറഞ്ഞത്. ഇടതുപക്ഷ സർക്കാർ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെ പറയൂ എന്നും മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ എക്കാലത്തെയും പോലെ ക്ഷേമ പ്രവർത്തനങ്ങൾക്കും അടിസ്ഥാന സൗകര്യ വികസനത്തിനും വലിയ പ്രാധാന്യം നൽകുന്ന പ്രഖ്യാപനങ്ങളാണ് ബജറ്റിലുള്ളത്. സംസ്ഥാനം നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലും സാധാരണക്കാർക്ക് ആശ്വാസമേകുന്ന ജനകീയ ബജറ്റായിരിക്കും ഇതെന്നും ധനമന്ത്രി പറഞ്ഞിരുന്നു. സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളിൽ വർധനവുണ്ടാകുമോ എന്നതാണ് കേരളം ഉറ്റുനോക്കുന്ന പ്രധാന കാര്യം. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ സാമ്പത്തിക അവലോകന റിപ്പോർട്ടും ഇന്നലെ സഭയിൽ സമർപ്പിച്ചിരുന്നു. കാർഷിക വ്യവസായ മേഖലകളിൽ മികച്ച വളർച്ച രേഖപ്പെടുത്തിയത് സർക്കാരിന് ആത്മവിശ്വാസം നൽകുന്നുണ്ട്. അതേസമയം കേന്ദ്ര വിഹിതത്തിൽ ഉണ്ടായ കുറവുകൾ പരിഹരിക്കാൻ തനത് വരുമാനം വർദ്ധിപ്പിക്കുന്നതിനുള്ള ക്രിയാത്മക നിർദ്ദേശങ്ങളും ബാലഗോപാലിന്റെ 6ാമത്തെ ബജറ്റിൽ ഉൾപ്പെടും. കേരളം കടം കയറി മുടിഞ്ഞെന്ന പ്രചരണം തലയ്ക്ക് വെളിവുള്ള ആരും എടുക്കില്ലെന്നാണ് മന്ത്രിയുടെ പ്രസ്താവന. രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന ബജറ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ബജറ്റായിരിക്കുമെന്ന് ധനമന്ത്രി ആവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ക്ഷേമ പ്രവർത്തനങ്ങളിൽ കൂടുതൽ നിക്ഷേപം ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. സ്വപ്ന ബജറ്റ് അല്ല, പ്രായോഗികമായ ബജറ്റാകും അവതരിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. ഇടതുപക്ഷ സർക്കാർ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെ പറയൂ എന്ന് അദ്ദേഹം ആവർത്തിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഒട്ടേറെ ജനകീയ പ്രഖ്യാപനങ്ങൾ ബജറ്റിൽ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. കുട്ടികളെ മുതൽ മുതിർന്നവരെ വരെ ബജറ്റിൽ പരിഗണിക്കുമെന്നും മന്ത്രി വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കിയിരുന്നു. കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാകണം, നാട്ടിൽ തന്നെ ആളുകൾ നിൽക്കണം, സ്വന്തം നാട്ടിലെ സാമ്പത്തിക അവസ്ഥ കൂടി ശക്തമാക്കണം, നല്ലൊരു കേരളം കെട്ടിപ്പടുക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകും മന്ത്രി പറഞ്ഞു വെക്കുന്നത്. അങ്ങനെയാണ് ചെയ്യാവുന്ന കാര്യം ഇടതുപക്ഷം പറയുന്നു എന്നുള്ളതാണ്. എന്തായാലും കഴിഞ്ഞ 10 വർഷമായി ഇടതുപക്ഷം ഭരണത്തിലിരുന്നപ്പോൾ ജനങ്ങൾക്കെല്ലാം മനസ്സിലായിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കാലത്ത് പറ്റാത്ത കാര്യങ്ങൾ പറയുന്ന ബജറ്റ് അല്ല അവതരിപ്പിക്കുന്നത്. പ്രായോഗികമായ സാമ്പത്തിക വശങ്ങൾ കണ്ടിട്ടാണ് ബജറ്റ് അവതരിപ്പിക്കുന്നതെന്നാണ് അദ്ദേഹം ആവർത്തിക്കുന്നത്.